ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളിന്ന് പോകുന്നത് പൊക്കാറയിലേക്കാണ്. നേപ്പാളിലെ പൊക്കാറയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോണാലിന്ന് ഏകദേശം 180 കിലോമീറ്റർ ഉണ്ട്. 5-6 മണിക്കൂർ ഇരിക്കണം എന്നാ പറഞ്ഞ ബസ്സില്. ചുരങ്ങളും പുഴകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പൊക്കാറയിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ ഇടക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങി. കുഞ്ഞി കടയായിരുന്നു. ഇവിടെ 2 കുഞ്ഞുമക്കളെ കണ്ടില്ലേ, അവര് ഭയങ്കര തിരക്കിലാണ് അവരുടെ കാര്യങ്ങളിൽ. ഒരാൾ പരിസരം ശുചിയാക്കാനുള്ള തിരക്കിലാണ്. പിന്നെ കടക്കാരൻ കുറച്ച് കുശലാന്വേഷണമൊക്കെ ഞങ്ങളോട് നടത്തി. ഭക്ഷണമൊക്കെ വിളമ്പി തന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങള് അങ്ങനെ പിന്നെയും യാത്ര തുടങ്ങി. പിന്നെ വേറൊരു ഡെസ്റ്റിനേഷൻ എത്തി. അവിടെ ഞങ്ങള് കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചു നേരം നിന്നു. ഒടുവിൽ അങ്ങനെ ഞങ്ങള് പൊക്കാറ ടൗണിലെത്തി. അതിനുശേഷം ഞങ്ങള് ഫീവ ലേക്ക് കാണാനാണ് പോയത്. ബസ്സിലാണ് ഞങ്ങൾ പോയത്. ഇവിടുത്തെ ബസ് നേപ്പാളത്തെ ബസ്സാണ്. നേപ്പാളത്തെ ബസ് ഇങ്ങനെയുണ്ട്. യൂട്യൂബ് വരുമോ? അങ്ങനെ നമ്മൾ ഫീവ ലേക്കിലെത്തി. അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പൊ കാണുന്നത്. ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. തോണി പോലുള്ള ചെറിയ ബോട്ടുകളുണ്ട് സർവീസ് ചെയ്യുന്ന. അവിടെ ലേക്കിൽ ചുറ്റും അവർ കൊണ്ട് ട്രാവൽ ചെയ്തിട്ട് കൊണ്ടുവരും. ഫീവ ലേക്കിന്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പോയത് പിന്നെ കുംഡിക്കോട്ട് വ്യൂ പോയിന്റിൽ നിർമ്മിച്ചിട്ടുള്ള ശിവപ്രതിമ കാണാനാണ് പിന്നീട് പോയത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1500 അടി ഉയരത്തിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. കുണ്ടിക്കോട്ട് വ്യൂ പോയിന്റിലാണല്ലോ ഈ പ്രതിമ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഫീവ ലേക്ക്, പൊക്കാറ സിറ്റി മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഗൈസ് നേപ്പാളിന്റെ പ്രകൃതി ഭംഗി. പുഴകളും തോടുകളും അതിമനോഹരമായിട്ടുള്ള ഒരു ദൃശ്യവിരുന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ബുദ്ധ സ്തൂപ നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും.
അങ്ങനെ ശിവപ്രതിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി യാത്രയാകുന്നത് ബുദ്ധസ്തൂപ കാണാനാണ്. സഞ്ചാരികളുടെ തിരക്ക് കുറക്കുന്നതിനായി പോകുന്നതും വരുന്നതും വേറെ വേറെ വഴികളിലായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിനായി നമുക്ക് ഒരുപാട് ദൂരം നടക്കേണ്ടതുണ്ട്. കാഠ്മണ്ഡുവിലെ സ്കൂളിലെ കുറെ വിദ്യാർത്ഥികളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒടുവിൽ ശാന്തി സ്തൂപത്തിന്റെ അടുത്ത് ഞങ്ങളെത്തി. വീഡിയോ ഇവിടെ അലൗഡ് അല്ല, അതുകൊണ്ട് ഫോട്ടോ ആണ് ഞങ്ങൾ എടുത്തത്. ഏകദേശം 1100 അടി ഉയരത്തിലാണ് ഈ സ്തൂപം നിൽക്കുന്നത്. ശാന്തി സ്തൂപം അഥവാ സമാധാനത്തിന്റെ സ്തൂപം എന്നാണ് ഇത് അറിയപ്പെടുന്നത്.